ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കയ്പമംഗലത്തുള്ള പോൾസൻ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നേഴ്സറി ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെ ഒരു നേഴ്സറി. അതായത് ഒരു ഏക്കറിനാട്ടും കൂടുതൽ സ്ഥലത്താണ് അത് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന് വരുന്നത് കോഴിയുടെ ഫാമുണ്ട്. അപ്പോൾ അതിൽ ഒരു 7-8 ടൈപ്പ് വെറൈറ്റി കോഴിക്കുട്ടികൾ, അതായത് ചെറിയ 2 മാസം 2.5 മാസം തൊട്ടിട്ട് ഉള്ള കുട്ടികളാണുള്ളത്. വലിയ കോഴികൾ അങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അത് വലിയ കോഴികളുണ്ടാവും. അതിപ്പോൾ ചെറിയ കോഴികൾ വലുതായിട്ട് തന്നെയാണ്. അപ്പോൾ അതിനെ വിൽക്കണ വീഡിയോ ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോൾസൻ ചേട്ടൻ്റെ വീട്ടിലാണ്. 4-5 അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോണത് ഇന്ന്. പിന്നെ അതിൻ്റെ വിലയും പറയുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ അന്വേഷണം എടുക്കുന്നുണ്ട്. BV380 കൈരളി, കുറേ വെറൈറ്റികളുണ്ട്. പിന്നെ കരിങ്കോഴി, അങ്ങനെ കുറേ ഒരു 5-8 വെറൈറ്റികളുണ്ട്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആളുകൾ നേരിട്ട് വന്നിട്ട് എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അത് ആളുകൾ ചോദിക്കും പിന്നെ ഡെലിവറി ഉണ്ടോ, അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്പർ ഞാൻ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പിന്നെ ഇത് വരുന്നത് കയ്പമംഗലം, തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം എന്ന സ്ഥലത്താണ്. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ കയ്പമംഗലം. അവിടെ ഒരു മാരുതിയുടെ ഷോറൂം ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഫാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ അഡ്രസ്സും കാര്യങ്ങളും ഇതിലിടാം. പിന്നെ ഇപ്പോൾ എന്താ പറയുള്ളത്, അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, ഇത് നേരിട്ട് വന്നിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫോണിൽ കൂടെ വിളിച്ചിട്ട് കുറേ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്രൂട്ട്സിൻ്റെ നേഴ്സറി, അതിൽ 140 തരം വെറൈറ്റി മാവുകൾ തന്നെ ഉണ്ടെന്നാണ് പറയണത്. മാവുകളും പിന്നെ വേറെ എല്ലാ തരം ഫ്രൂട്ട്സിൻ്റെ. അപ്പോൾ അതും നമുക്ക് പരിചയപ്പെടാം. അത് നമുക്ക് വേറെ വീഡിയോയിലെടുക്കാം. ഇത് 10-23 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. BV380 എല്ലാ കോഴി, ഒരുവിധം കൈരളി, എല്ലാവിധം കോഴികളും കുട്ടികളിപ്പോൾ ഇവിടെ അവൈലബിളാണ്. ഓക്കെ, താങ്ക് യു. ഇത് ടർക്കികളാണ്. വേണ്ട, ഇതിപ്പോൾ ഒരു 4 മാത്രമായിട്ടൊന്ന് വളച്ച് കെട്ടിയിട്ട് ഇപ്പോൾ ഇതിൽ കിട്ടുന്നുണ്ട്. ഇവിടെ കുറച്ച് ഗൂസുകളുണ്ട്. ഇത് കയറി ചെല്ലണ റൈറ്റ് സൈഡിലായിട്ട് വരും. വീടിനുള്ളിലേക്ക് കയറുമ്പോൾ വലത്ത് ഭാഗത്തായിട്ടാണ് ഈ ഗൂസുകൾ വരുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ തിരിച്ചിട്ടുള്ള സ്ഥലത്താണ്. കൂടൊക്കെ ഉണ്ട് അവിടെ. പിന്നെ കണ്ടപ്പോൾ അങ്ങോട്ട് പോവാണ്. ഒരടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട്, നോക്കാം. അകലൊന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും കിട്ടുന്നില്ല. ഇപ്പോൾ ഓക്കെ ആണ്. ഒരടുത്തേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, അവർ പേടിച്ചിട്ട് മാറി പോവാണ്. അപ്പോൾ ഓക്കെ. നീലൊക്കെ അതാണ് വയോമിന. വെള്ള കഴുത്തും കറുത്തത് കൂടിയിട്ടുള്ള ഈ ഇതൊക്കെയും ത്രിവേണിപ്പെട്ടതാണ്. മറ്റ് പിന്നെ അതാ മൂന്നാമത്തെ തലശ്ശേരി നാടൻ അറിയുമ്പോൾ കണ്ണതൊക്കെ ഇല്ലേ, തലശ്ശേരി നാടൻ. അധികം കറുത്തായിരിക്കും കുറെ. ഇതിപ്പോൾ എത്ര മാസമായതോ? ഇത് 2 മാസം. 2 മാസമായി. ശരിക്കും 45 ദിവസമായാൽ വിൽക്കാൻ കൊടുത്തു തുടങ്ങും. 45 ദിവസം നമ്മൾ വാക്സിനേഷനൊക്കെ നമ്മൾ കൊടുക്കുന്ന വാക്സിനേഷനൊക്കെ 2 വാക്സിനേഷൻ ശരിക്ക് നമ്മൾ F1 കൊടുക്കും. പിന്നെ IBD 7 ദിവസത്തിലെ F1 കൊടുക്കും. IBD ഒരു 14 ദിവസത്തിൽ കൊടുക്കും.
പിന്നെ 21 ദിവസത്തിൽ ലെസോട്ട അത് കൊടുക്കും. പിന്നെ അത് കൂടാതെ 32-35 ദിവസത്തിനുള്ളിൽ വിരമരുന്ന് കൊടുക്കും. 42-45 ദിവസത്തിനുള്ളിൽ R2B അതും വസന്തിക്കുള്ള 3 വാക്സിനേഷൻ ഉണ്ട്. IBDക്ക് ഒന്നുണ്ട്. പിന്നെ അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫാമിൽ നിന്നുള്ളതാണെങ്കിൽ മാരക്സിൻ്റെ ഇഞ്ചക്ഷൻ ഫസ്റ്റ് ഡേ തൊട്ട് കിട്ടിയിട്ടുണ്ടാവും. പ്രൈവറ്റ് ഹാച്ചറിയിൽ നിന്നാകുമ്പോൾ അത്ര കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളെന്ന് വെച്ചാൽ ഡേ ഓൾഡ് വാങ്ങിച്ചിട്ട് വലുതാക്കി 45 ഇതായത് കർഷകർക്ക് കൊടുക്കും. അപ്പോൾ മൊത്തം എത്ര 7 വെറൈറ്റിയാണ്? അല്ല, നമ്മളതിൽ വെറൈറ്റി അനവധി ഇതുണ്ട്. ഇപ്പോൾ ഉള്ളത് നമ്മളതിലൊരു 6-7 വെറൈറ്റിയുള്ള. ഇപ്പോൾ നമ്മളതിൽ ഇപ്പോൾ ഈ പറഞ്ഞ 3 എണ്ണം, അതായത് ത്രിവേണി, യൂണിവേഴ്സിറ്റിയിലെ കുഞ്ഞാണ് ത്രിവേണി. പിന്നെ അവരെ തന്നെ ഇത് എന്താണ് തലശ്ശേരി നാടൻ മുട്ട ഒരു ഹച്ചറിക്കാർ വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ അത് കൂടാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രൈവറ്റ് ടീമിൻ്റെയാണ് ഈ വയോമി എന്നുള്ള വെറൈറ്റി. പിന്നെ അത് കൂടാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ BV380 എന്നുള്ള വെങ്കടേശ്വര ഹാച്ചറീസിൻ്റെയാണ്. പിന്നെ അതുപോലെ കരിങ്കോഴിയുണ്ട്, പ്രൈവറ്റ് ഹാച്ചറിക്കാർ വിരിച്ച് തരുന്നതാണ്. പിന്നെ നമ്മളതിലിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ മുട്ട വാങ്ങിച്ചിട്ട് ചെയ്തിട്ടുള്ള അതുല്യ എന്നൊരു വെറൈറ്റി. അതുല്യ എന്ന് പറയുന്നത് അത്രയും വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. പിന്നെ കൈരളി എന്ന് പറഞ്ഞ വെറൈറ്റി, അത് മറ്റേ ഈ പുളുന്തറ ഹാച്ചറീസ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളാണ് കൈരളി. അതാണ് ഇപ്പോൾ നമ്മളതിൽ കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള. പിന്നെ നമ്മളത് കൂടാതെ ഗവൺമെൻറ് ഫാമുകളിൽ നിന്ന് ഇത് നമ്മുടെ ഗ്രാമശ്രീ ചെയ്യാറുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ RER, റോഡ് ഐലൻഡ് റെഡ്, ആസ്ട്രലോപ്പ് തുടങ്ങിയ വെറൈറ്റികളും ചെയ്യാറുണ്ട്. ഇതിൽ 3 വെറൈറ്റി. ഇത് കൊടുക്കാനുള്ളതാണ്. അത് കൊടുക്കാനായിട്ടുണ്ട്. പക്ഷേ ഇതിൽ മിക്കവാറും ഇതൊക്കെ ചൂട്ട് കാണാണ്ട. അത് അധികം മെയിലാണ്. ഫീമെയിൽ ഓൾമോസ്റ്റ് പോയി കഴിഞ്ഞു. കുറച്ചുണ്ടാവും. വേറെ കുറച്ച് അപ്പോൾ മെയിലിന് വില വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല, ഇപ്പം കൊടുക്കുമ്പോൾ നമ്മളിതില്ല. കുഴപ്പമൊന്നും അങ്ങനെ വലുപ്പം അനുസരിച്ച് ഇതുള്ളതാണ്. നമ്മൾ പരമാവധി സെക്സ് ചെയ്തുള്ള കുഞ്ഞുങ്ങളെ എടുക്കാൻ നോക്കാറ്. അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? മേലെ വരും പുറത്തെ വില. മറ്റേത് 220. ഇത് BV380 2.5 മാസത്തായുള്ള കുഞ്ഞുങ്ങളാണ്. BV380 ഷെഡ് നമുക്ക് കാണാം. ഇതിപ്പോൾ 300 ഒരു വർഷത്തിൽ ഇത് 320-നും 330-നും ഇടയ്ക്ക് മുട്ട. അതായത് നമ്മൾ ആളുകൾ പറയാൻ എല്ലാ ദിവസവും മുട്ടയിടുന്നു. എല്ലാ ദിവസവും അല്ല, ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടായിരുന്നു. 320-നും 330-നും ഇടയ്ക്ക് മുട്ട ഇടുന്ന ഒരു വെറൈറ്റി വെങ്കടേശ്വര ഹാച്ചറീസ് എന്ന കമ്പനിക്കാർ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ അവരെ നിന്ന് മുട്ടയെടുത്തിട്ട് വിരിയിച്ച് ചെയ്യുന്ന മാളഭാഗത്തുള്ള ഒരു ഗവൺമെൻറ് ഈ കേരള പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കുഞ്ഞാണ് സംഗതി. പക്ഷേ BV380 തന്നെയാണ് സംഗതി. അതിൻ്റെ റിസൾട്ട് കാണിക്കും. ഇതിനിപ്പോൾ എത്ര റേറ്റ്? ഇതിപ്പോൾ നമ്മൾ 250. അപ്പോൾ ഇതിൻ്റെ മറ്റേ മുട്ടയിടാറായതിന് നമ്മൾ മുട്ടയിടാറായതിന് ഇപ്പോൾ കൊടുക്കുന്ന റേറ്റ് 480 50 35 തീറ്റ ചിലവും കാര്യങ്ങളൊക്കെ കൂടി ഇപ്പോൾ നമ്മൾ ചെയ്താണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഈ വാക്സിനേഷൻ, ഈ പറഞ്ഞ ഒരു 4 വാക്സിനേഷൻ വിരമരുന്ന് കൊടുക്കും. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞാൽ വീണ്ടും വിരമരുന്ന് കൊടുക്കും. അപ്പോൾ എല്ലാ നമ്മളെ യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ ഗവൺമെൻറ് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റും പറയുന്ന എല്ലാ മരുന്നുകളും അതുപോലെ തന്നെ വാക്സിനും ഒക്കെ നമ്മൾ കൊടുത്തിട്ട് ചെയ്യാം. അസുഖങ്ങൾ വന്നാൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സോ മറ്റുള്ള മരുന്നുകൾ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇതിനിപ്പോൾ എന്താ വില? ഇത് 250. 2 മാസമായ 2 മാസം 2.5 മാസത്തിൽ താഴെ. 2 മാസത്തിൻ്റെ താഴെ. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആഴ്ചയും വില വ്യത്യാസം വരുത്തും. നമ്മൾ 45 ദിവസം കഴിഞ്ഞ് കുഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വീക്ക് വരുമ്പോഴും ഓരോ തിങ്കളാഴ്ച നമ്മൾ വില മാറ്റം വരുത്തും. തീറ്റയുടെ വിലയും മറ്റ് പരിചരണ ചിലവൊക്കെ കൂട്ടിയിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്.
ഇതാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുട്ടയ്ക്ക് വേണ്ടി ആളുകൾ വളർത്തുന്ന കോഴി ഇതാണ്. കൂട്ടിലിട്ട് വളർത്തുന്നതില്ലേ? ഇതിന് അവസാനം ഡബിൾ ഉണ്ണി വരുന്നവരുണ്ടല്ലോ, അത് ശരിയാണ്? ചില മുട്ടകൾ അവസാനമല്ല, ചില ഇതിനൊക്കെ വരും. അതല്ലേ തന്നെ വരും. ചില നമ്മൾ വളർത്തിയിരുന്ന കോഴികൾക്കൊക്കെയും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ട്, 2 ഉണ്ണി കിട്ടിയിട്ടുണ്ട്. 2 മുട്ട വരും എന്നുള്ളത് ആവശ്യം, പലരും പറയാറുണ്ട്. തീറ്റയുടെ ഇത് എങ്ങനെയാണ് അപ്പോൾ? തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ തീറ്റ ആയാലും എല്ലാ കോഴികളായാലും സമീകൃത തീറ്റ കിട്ടിയാലേ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരുള്ളൂ. ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഇത് വേണം. ഒരു മുട്ട എന്ന് പറയുമ്പോൾ ഒരു ജീവി ജനിക്കാനുള്ള എല്ലാ ഘടകങ്ങളും, വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും എല്ലാം വേണ്ടതാണ്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു തീറ്റ എന്നൊരു കൺസെപ്റ്റ് പണ്ടത്തെ നിലയ്ക്ക് അരി ഗോതമ്പ് നാടൻ കോഴിയാണ് വളർത്തുന്ന പോലെ അല്ല. അതെന്ന് വെച്ചാൽ അതിൽ വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് അത്യാവശ്യം പുറത്ത് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവര് പുറത്ത് നടന്ന് ചിക്കി ചകഞ്ഞ് പുല്ലും പ്രാണിയും വരയും എല്ലാത്ത് കിട്ടും. അപ്പോൾ അവർക്ക് അഡീഷണൽ മറ്റുള്ള പ്രോട്ടീനും മറ്റുള്ള കാര്യങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടണോണ്ട് ആവശ്യമില്ല. ഇതിനങ്ങനെയല്ല. ഇതിന് മാത്രമല്ല, എല്ലാ കോഴികൾക്കും അതാണ് വിഷയം. നമ്മൾ കൂട്ടിലിട്ട് അതൊരു സംരക്ഷിത പ്രദേശത്ത് ഇതിനെ വളർത്തുമ്പോൾ അവർക്ക് വേറെ മാർഗ്ഗമില്ല കിട്ടാനായിട്ട്. അതും നമ്മളിപ്പോൾ ഒരു ഏക്കർ സ്ഥലത്ത് ഒരു 100 കോഴിക്ക് ആ നിലയ്ക്ക് വളർത്താൻ പറ്റുള്ളൂ. വളരെയധികം വളർത്താൻ പറ്റില്ല. അപ്പോൾ സമീകൃത തീറ്റ കൊടുത്തില്ലെങ്കിൽ ഒന്നിലേക്ക് അസുഖങ്ങൾ കൂടും, പിന്നെ മുട്ട കുറയും, മാതിരി തന്നെ അതിൻ്റെ മറ്റ് ദോഷങ്ങൾ വരുന്നു. അപ്പോൾ എപ്പോഴും ഏത് ജീവിക്കും, കോഴി മാത്രമല്ല ഏത് ജീവിക്കും സമീകൃത തീറ്റ കിട്ടണമെന്ന്. അപ്പം ഇതാണ് കോഴികൾ. ഇത് എല്ലാതും ഫീമെയിലാണുള്ള വരിക? ഫീമെയിലാണ്. ഇവരെന്ന് വെച്ചാൽ മെയിൽ തീരെ ഉണ്ടാവില്ല, സപ്ലൈ ചെയ്യാറില്ല. അത് ഇതിന്റെ മെയിൽ തന്നെ നമ്മൾ ക്രോസ് ചെയ്യിച്ചാലും ഈ റിസൾട്ട് വരില്ല. അങ്ങനെയുണ്ട്. ഇതിന്റെ മെയിൽ ഒറ്റയ്ക്ക് വരാൻ പറ്റും. അത് ക്രോസ് ചെയ്യിച്ചാലും ഇത് 320 എന്നുള്ളത് 200 മുട്ടയിലേക്ക് വരും. അതിൽ നിന്ന് കിട്ടുന്ന മുട്ട വിരിയിച്ച് കിട്ടുന്ന കുട്ടികൾ. അപ്പോൾ ക്വാളിറ്റി കുറയും, അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ വരില്ല. നമുക്ക് അടുത്തേക്ക് പോവാം. കരിങ്കോഴി ബാച്ചാണ്. കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളാണ്, 2 മാസം കഴിഞ്ഞിട്ടുള്ളവരാണ്. 270 ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ്. ഇതൊക്കെ ഇവിടുന്ന് ഹരിപ്പാടല്ല, ഹരിപ്പാട് താറാവ് മാത്രം അവിടെ നിന്ന്. താറാവും ഹരിപ്പാട് അതുമാതിരി തന്നെ ഈ ആലപ്പുഴ ഭാഗത്ത് നോക്കി നമ്മൾ താറാവ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. കോഴി ഇത് ഫ്ലൈറ്റ് വാടാനപ്പള്ളിയിൽ ഫ്ലൈറ്റ് ഹാച്ചറി ഉണ്ട്. അവർ മുട്ട എടുത്തിട്ട് വിരിയിച്ചിട്ട് നമുക്ക് തരുന്നതാണ് കുഞ്ഞുങ്ങൾ. ഇതിൻ്റെ കൊക്കും തൂവലും തൊലിയും ഉള്ളിലെ ഇറച്ചി പോലും കറുത്തതാണ്. ആളുകൾ വിശ്വസിക്കുന്ന അതിന് ഔഷധ ഗുണമുണ്ടെന്ന്, പ്രത്യേക ഗുണമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് 2 മാസമായതാണ്. 2 മാസം കഴിഞ്ഞതാണ്. 2.5 മാസം ആയതാണ്. ഇത് നോർത്ത് ഇന്ത്യയിലെ, അത് പ്രത്യേകിച്ച് മദ്രാസ് അല്ല മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അവിടുത്തെ ഒരു നാടൻ കോഴിയാണ്. അവിടുത്തെ ഒരു ബ്രീഡാണ്. അപ്പം ഇതിൻ്റെ വലുതുണ്ടാവും കൊടുക്കാൻ? വലുതുണ്ടാവുന്ന പറഞ്ഞാൽ വലുതായി വരണം. അങ്ങനെയല്ലേ? നമ്മൾ 45 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ വലുതായി കിട്ടും. ഈ ബാച്ചൊക്കെ വെച്ചിട്ട് നമുക്കൊരു വലുതായി കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോഴേക്കും പോവും. ഇത് പിന്നെ ഒരു 10-20% പോയി കഴിഞ്ഞു. ഒരു ഇതൊക്കെ 5-6 മാസം പിടിക്കും. ഈ BV3 പ്രത്യേകത 4.5 മാസത്തിൽ ചെയ്യും. ഈ ത്രിവേണിയും 4.5 മാസത്തിൽ മുട്ടിടും. പല കോഴികളും പല ഇതാണ്. 4 തൊട്ട് ഒരു 6 മാസത്തിനുള്ളിൽ ഓരോ കോഴികളുടെ വ്യത്യാസം ഇത് ചെയ്യണം. കോഴികളുടെ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ചെയ്യാലോ. ഇത് ഗിനിയുണ്ട്. ഗിനിയുണ്ടോ? ഇതിൽ ഗിനിയുണ്ട്? ഇതിലില്ല, അപ്പുറത്തേക്കില്ല. ഇതിപ്പോൾ എത്ര ആയുള്ളൂ? ഇതിപ്പോൾ 1 വർഷത്തോളം പഴക്കമുണ്ട്. ഇണങ്ങില്ല. അത് എനിക്കൊരു പ്രത്യേകത വെച്ചാൽ മനുഷ്യന്മാരോട് ഇണങ്ങില്ല. മാക്സിമം നമ്മൾ വളരെ ചെറുപ്പത്തിലെ അവർ വളർത്തി മറ്റു കോഴികളൊപ്പം അല്ലെങ്കിൽ ടർക്കിയിലൊപ്പം ഒക്കെ വളർത്തി ചെയ്താൽ നമ്മൾ കൂട്ടി കയറും. പക്ഷെ മുട്ടയിടലൊക്കെ അവർ പൂർണ്ണമായിട്ട് വല്ല പുറത്തായിരിക്കും. അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ. ഇനി എപ്പോഴും കൂട്ടിലിട്ട് വളർത്താൻ പറ്റുള്ളൂ. മറ്റ് നമ്മൾ ബാക്കിയെല്ലാം ടർക്കി ആയാലും ഗൂസായാലും കോഴികളൊക്കെ ആയാലും നമ്മളോട് ഇണങ്ങും. ഇവർ
തീരെ അണങ്ങണ സ്വഭാവം കാണിക്കുന്നതല്ല. സെപ്പറേറ്റ് നടക്കേണ്ടത്. ഇതിനിപ്പോൾ എത്ര വില? ഇത് നമ്മൾ റേറ്റ് കുറച്ചല്ലേ. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 350 കൊടുക്കുന്നത്. ഒരു മോളിൽ കയറി അതൊക്കെ കൊത്തുന്നുണ്ട്. ഓരോക്കെ നശിപ്പിച്ച് കളയും. പലതുണ്ട്. കൈരളിയാണ്. കൈരളിയിൽ കറുത്തത് കാണുന്നത് മുഴുവൻ കൈരളിയാണ്. പിന്നെ അവിടെ നിന്ന് ചാടി വന്നിട്ടുള്ള BV380 കുഞ്ഞുങ്ങളാണ്. അത് മുട്ടയിട്ട് മുട്ടയ്ക്ക് തുടങ്ങിയിട്ടുള്ളതാണ്. 2 മാസത്തോളമായി. അത് 480 അല്ല ഇതിൻ്റെ വില, 420 വെച്ചാൽ മുട്ടയിട്ട് തുടങ്ങി 2 മാസമായിട്ട് നമ്മൾ വില കുറച്ചതാണ്. വെച്ചാൽ ഏത് കോഴിക്കും ഒരു പ്രത്യേകതയുണ്ട്. അതൊരു 12 മാസം 14 മാസം കഴിഞ്ഞാൽ മുട്ടയുടെ അളവ് കുറയും. ഇടണ മുട്ടയുടെ അളവ് കുറയും. അതിന് ആൾക്കാരുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറയും ഇത്ര ഇറ്റുണ്ടെന്ന് പറയും. മുട്ടയിട്ട് തുടങ്ങി 2 മാസമുള്ളതായി എന്ന് പറയും. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വിലക്ക് കൊടുക്കും. പിന്നെ ഇതിപ്പോൾ അവസാനത്തെ ഒരു ഇതായിരുന്നു. ഇത് കോഴിയുടെ 10,200 നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു നമ്മൾ ഇറക്കിയിരുന്നു. അതിൽ വിറ്റ് അവസാനത്തിന് ഈ ഒരു ബാച്ച് വന്നാണ്. കൈരളിക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചെറുപ്പത്തിൽ പൂർണ്ണമായിട്ടും മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു പരിധി വരെ അറിയാം, പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ പറ്റില്ല. കൈരളിയുടെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോഴുള്ള ഒരു റിസ്ക് അതാണ്. കൈരളിയിൽ വേറെ ബാച്ചുണ്ട്, ഞങ്ങളായിട്ടുള്ള ബാച്ചുണ്ട്. അത് കളർ വ്യത്യാസമുള്ളതാണോ? അത് ഇതിൽ ഭൂരിപക്ഷം കറുപ്പായിരിക്കും. അതല്ലേ. കുറേ ഈ കരിങ്കോഴിയുടെ മിക്സ് ഉണ്ടാവും. കരിങ്കോഴിയുടെ ഒരു മട്ടൺ ആ കോഴി വരുന്നുണ്ട്. കരിങ്കോഴിയുടെ മിക്സ് ഉണ്ടായിരുന്നു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ കാപ്പിരിക്കോഴി, തൊപ്പിക്കോഴി, അങ്ങനെ പറയുന്ന പല കോഴികളും ഇതിൽ ഉണ്ട്. സംഗതി കൈരളിയിലുണ്ട് സംഗതി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വെങ്കടേശ്വര, കൊല്ലത്തുള്ള വെങ്കടേശ്വര ഹാച്ചറീസ് എന്ന് പറഞ്ഞ തമിഴ്നാട്, സോറി ഇത് വെളുന്തറ ഹാച്ചറി. വെളുന്തറ ഹാച്ചറിക്കാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതാണ്. കൊല്ലത്തെ ഡോക്ടർ പേര് എനിക്കറിയില്ല. ഒരു ഡോക്ടറാണ് അതിൻ്റെ വിജ്ഞാതാവ്. പിള്ളേർ നല്ല റിസൾട്ട് കാണിക്കുന്ന കോഴികളൊന്നാണ്. ഇത് മറ്റേ BV380 വെങ്കടേശ്വര ഹാച്ചറി തമിഴ്നാടിൻ്റെ. അതൊരു വലിയൊരു കോർപ്പറേഷനാണ് അവർ ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് ഡോക്ടറല്ല, ഇത് ഡോക്ടർ ചെയ്യുന്നതാണ്. ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ടർക്കിയുടെ 1 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. 1 മാസം അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അവരായി നിൽക്കുന്നതാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് വില പറയണം? ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് 1-2 ആഴ്ച കഴിയുമ്പോൾ വില മാറും സംഗതി. മറ്റേത് ഇറച്ചി കോഴികളാണ്, ബ്രോയിലറല്ല. ഇത് വൈറ്റ് ലെഗോണിൻ്റെ ക്രോസ്, 2 വൈറ്റ് ലെഗോൺ ക്രോസ്. നമ്മളെ യൂണിവേഴ്സിറ്റിയിലെ അബില്യ എന്ന് പറഞ്ഞ വെറൈറ്റി. അത് ഈ മുട്ടയുടെ കാര്യത്തിൽ ഏതാണ്ട് BV380 കടപിടിക്കുന്ന കോഴിയാണ്. 320 മുട്ട വർഷം കിട്ടുന്നതാണ്. വെയിറ്റ് കുറവാണ്, പക്ഷെ മുട്ട നല്ല വലുപ്പമുണ്ട്. തീറ്റയും പൊതുവെ 100 ഗ്രാമോളം തീറ്റ മതി. പക്ഷെ മുട്ടയുടെ ഷെൽ കളർ വൈറ്റ് ആയിരിക്കും. ആളുകളൊരു തെറ്റായ ധാരണയുണ്ട്. വൈറ്റ് ആയിട്ടുള്ള ഷെൽ കളർ മുട്ട മോശവും, ഷെൽ കളർ ബ്രൗണോ ചുവപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നൊരു വിശ്വാസമുള്ളതുകൊണ്ട് ഇത് സാധാരണ ലോക്കൽ സെയിലിന് അധികം റേറ്റ് കിട്ടില്ല. ഇത് ഉറക്കാണല്ലോ എല്ലാവരും. അവരും അങ്ങനെ തന്നെ. അതല്ലേ, ഇതിന് കൂടുതലൊന്നും പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിനിപ്പോൾ സെയിൽസിന് തന്നെ ഇതിപ്പോൾ ആയിട്ടില്ല. ഇതിപ്പോൾ കുഞ്ഞിപ്പോൾ ഒരു 3 ആഴ്ചയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ 2 വാക്സിനേഷൻ ഉണ്ട്. മരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കുള്ളൂ. അങ്ങനെ ഇതും
ഇതും അതിൽ നമുക്കുള്ള അതിൽ ആ ബാച്ചിൽ തന്നെ ഉള്ള കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ഇവിടുന്ന് വിൽക്കണ എല്ലാതും വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്. വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടർക്കി, ഗൂസ് അങ്ങനത്തേലൊന്നും വാക്സിനേഷൻ ഇല്ല. താറാവില്ല, നമുക്ക് വാക്സിൻ കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. ഇത് കൈരളി എന്ന് പറഞ്ഞ വെറൈറ്റി. അതിൽ 45 ദിവസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. 150 രൂപയാണ് നമ്മൾ വില. അതിപ്പോൾ അതിൽ മെയിലും ഫീമെയിലൊക്കെ ഉണ്ടെന്ന് കണ്ട വേറെ കളറുള്ളതുണ്ട്. പൊതുവെ ഇതിൽ ഒരു 90% മേലെ ബ്ലാക്ക് ആയിരിക്കും. മീൻ വളർത്തുന്നുണ്ടോ? ഫ്ലൈങ് ഡക്ക്, മസ്കോയി. ഇതിൻ്റെ എങ്ങനെയാ ഇതിപ്പോൾ എന്ന് വെച്ചാൽ അവരെന്നെ മുട്ട ഇത് ചെയ്യും, വിരിയിക്കും. ഒരു പൊതുവെ ഒരു ഫാൻസി ആയിട്ടൊക്കെ കാണണം. ഇതിനൊന്നും ആരും പൊതുവെ വളർത്താറില്ല. ഫാൻസി ആയിട്ടാണ് നമ്മൾ ജ്യൂസ് വെക്കും പോലെ തന്നെ ഫാൻസി ഒരു ഭംഗി. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ മുട്ടയിട്ട് വേറെ നായ്ക്കൾ ശല്യമൊന്നുമില്ലല്ലോ. നായ്ക്കൾ കിടക്കാണ്ടിരിക്കാൻ ഇത് ചെയ്താക്കണം. പക്ഷെ എന്നാലും സക്സസ് അല്ലല്ലേ. അങ്ങനെ ഉള്ളിലുള്ളത് ഫാൻസി കോഴി. അത് ചെയ്യുന്നതാണ് നമ്മളൊരു ഇതിൻ്റെ ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മളെ ജോലിക്കാർ ചെയ്യുന്നതാണ്. ഒരു കുറച്ച് 2-3 വർഷത്തിൽ ചെയ്യുന്നതാണ്. ഇപ്പം ഇത്രയ്ക്കും ഉണ്ടല്ലോ അവിടെ. എൻ്റെ പേര് പോൾസൺ. കയ്പമംഗലമാണ് സ്ഥലം. കയ്പമംഗലം പഞ്ചായത്താണ്. ഞാൻ 28 വർഷമായിട്ട് പൗൾട്രി മേഖലയിൽ ഉള്ളൊരു കർഷകനാണ്. ഇവിടെ യൂണിവേഴ്സിറ്റിയിലെയും അതുപോലെ ഗവൺമെൻറ് ഫാമുകളെയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളും പ്രൈവറ്റ് ഹാച്ചറികളിൽ നിന്ന് വാങ്ങിക്കുന്ന നിരവധി വെറൈറ്റികൾ, അതായത് BV380, കൈരളി, ഗ്രാമശ്രീ, അതുല്യ, അതുപോലെ തന്നെ RIR, ആസ്ട്രലോപ്പ് തുടങ്ങിയ വ്യത്യസ്തമായ കരിങ്കോഴി, വ്യത്യസ്തമായ കോഴികൾ നമ്മൾ വിതരണം ചെയ്യുന്നു. ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് അതിന് ആവശ്യമായ വാക്സിനേഷൻ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റും യൂണിവേഴ്സിറ്റിക്കും പറയുന്ന രൂപത്തിലുള്ള വാക്സിനേഷനുകൾ, അതായത് FN ലെസോട്ട, അതുപോലെ തന്നെ IBD, അതുപോലെ തന്നെ ലെസോട്ട 21 ദിവസത്തെ ഡോസ്, പിന്നെ വരമരുന്ന്, തുടർന്ന് R2B എന്നുള്ള ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടാണ് അവർ പുറത്ത് വിടുന്നത്. അതുവരെ നമ്മൾ പരിചരിച്ച് ലൈറ്റൊക്കെ കൊടുത്ത് പരിചരിച്ചാണ് പുറത്ത് വിടുന്നത്. കൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂസ്, ടർക്കി, ഗിനി, ഫ്ലൈങ് ഡക്ക്, മസ്കോവി എന്ന് പറഞ്ഞ ഫ്ലൈങ് ഡക്ക് തുടങ്ങിയ വെറൈറ്റികളും പൗൾട്രിയിൽ നമ്മളിലുണ്ട്. കൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ അവൈലബിൾ അല്ല ഡക്ക്. എന്ന കാരണം വെച്ചാൽ കുട്ടനാട്ടിൽ നിന്നാണ് ഡക്കിൻ്റെ മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നത്. കുട്ടനാട് പ്രദേശങ്ങൾ, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ പക്ഷിപ്പനി ഉള്ളതുകൊണ്ട് അവിടേക്ക് മിക്കവാറും ഇതിനൊക്കെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഇനി അത് ഡെവലപ്പ് ചെയ്ത് വന്നതിന് ശേഷമേ നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ എൻ്റെ സ്ഥലം കയ്പമംഗലമാണ്. കയ്പമംഗലം പഞ്ചായത്ത്, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ നാഷണൽ ഹൈവേ 66 സൈഡിലാണ് നമ്മുടെ ഇത്. തൃശ്ശൂർ ടൗണല്ല ഇതാണ്.
കൈപ്പോലം ബോർഡ് എന്നാണ് സ്റ്റോപ്പാണ്. ഇവിടെ തൊട്ടടുത്ത് മാരുതിയുടെ ഒരു സായി സർവീസിൻ്റെ ഷോറൂമുണ്ട്. കൂടാതെ ഒരു പമ്പുണ്ട്. അതിൻ്റെ തൊട്ട് തന്നെയാണ് വീട്. ഇവിടെ വന്ന് ഒരെണ്ണം മുതൽ എത്ര എണ്ണം വേണമെങ്കിൽ നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച് എത്ര വേണമെങ്കിലും ഇത് ചെയ്യും. അത് 45 ദിവസം മുതൽ മുട്ടയിടുന്ന പ്രായം വരെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ ഇതിൻ്റെ തുടർന്ന് കാണിക്കും സംഗതി. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. എൻ്റെ ഫോൺ നമ്പർ. ഡെലിവറിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ ഡെലിവറി അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഡെലിവറി ഇവിടെ നിന്ന് വാങ്ങിക്കലാണ് ശരിയായിട്ടുള്ള ഒരു രീതി. ഡെലിവറി നമ്മൾ ഓട്ടോറിക്ഷ വഴിയായിട്ടോ അല്ലെങ്കിൽ പെട്ടി ഓട്ടോറിക്ഷ വഴിയായിട്ടോ നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യും. പക്ഷേ അതിനുള്ള കോസ്റ്റ് അവർ വഹിക്കണം. പരമാവധി കോസ്റ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ കോസ്റ്റ് അവർ വഹിക്കണം. അങ്ങനെ